ഇതാ പാലക്കാട് തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ കൂടുതൽ ഉച്ചസ്ഥായിലേക്ക് പോവുകയാണ്. വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ വീട് കയറി വോട്ട് പിടിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഈ ലിസ്റ്റൊക്കെ വന്നതിന് ശേഷം ഒരു മിനി മോഡൽ ഈ വോട്ടർ ലിസ്റ്റിന്റെ തന്നെ തയ്യാറാക്കിക്കൊണ്ട് ഇവിടെ ഇപ്പോൾ വോട്ട് ചോദിക്കുന്ന തിരക്കിലാണ് LDFന്റെ ക്യാമ്പുള്ളത്. പ്രവർത്തകരൊക്കെയും നമ്മളിപ്പോ 900, 600, 900 ഒക്കെ ഉണ്ടായത് 1600 ആക്കിയില്ലേ, 2500 ആക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ഗവൺമെന്റ്. കൃത്യമായിട്ട് നമുക്ക് GST വിഹിതം, പെൻഷൻ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ചോദിക്കും. അതിനുള്ള മറുപടിയൊക്കെ പറഞ്ഞു. ചേട്ടാ ഒന്ന് കാണിച്ചു തരുമോ? ഇതാ 9ാമതാണ് ഇതിന് വോട്ടർ പട്ടികയിൽ സരിന്റെ പേര് വരുന്നത്, ഡോക്ടർ P സരിൻ 9ാമത്. ഒപ്പം തന്നെ ഇത്തവണ ഇത് ആദ്യമായിട്ട് CPM-നെ സംബന്ധിച്ചിടത്തോളം LDF-നെ സംബന്ധിച്ചിടത്തോളം ചിഹ്നമില്ലാത്ത അരിവാൾ ചുറ്റിയ നക്ഷത്രമല്ലാതെ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ സ്റ്റെതസ്കോപ്പാണ് ചിഹ്നം. സ്റ്റെതസ്കോപ്പിന്റെ ചിഹ്നവുമായി അത് ആളുകളെ പരിചയപ്പെടുത്തുകൂടി ചെയ്യാനല്ലേ? പരിചയപ്പെടുത്തുകയാണ്. ആദ്യമായിട്ടല്ല, ഇത് എയർമാനൊക്കെ ജയിച്ച സ്ഥലങ്ങളാണ്. മുനിസിപ്പൽ ടെലസ്കോപ്പും പല ചിഹ്നത്തിലൊരു ഞങ്ങൾക്കൊരു ആശങ്കയുമില്ല. LDF പറയുന്ന ചിഹ്നങ്ങളിലേക്ക് രാഷ്ട്രീയമാണല്ലോ വിഷയം. അപ്പൊ അവര് വോട്ട് ചെയ്യും. ഈ ചിഹ്നം മനസ്സിലായിട്ടാ? മനസ്സിലായി. എന്താ ചിഹ്നം? ടെലസ്കോപ്പ് കണ്ടാ മനസ്സിലാവോ? മനസ്സിലാവും. അരിവാൾ ചുറ്റിയോ മാറിയാലൊരു സങ്കടം ഉണ്ടോ? ഇല്ല. ആരാണെങ്കിലും എന്താ പറയാ, ചിഹ്നമല്ലല്ലോ നമുക്ക് പ്രശ്നം. വ്യക്തി വരണം, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ആൾക്കാർ വരണം എന്നുള്ളത് തന്നെയാണ്. സരിൻ ജയിക്കുന്ന നല്ല പ്രഗത്ഭനായ ആളല്ല, അയാൾ ജയിക്കണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ്സുകാരുടെ വോട്ടോ കിട്ടുമോ? അവര് നല്ല കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്യും. ഈ സ്റ്റെതസ്കോപ്പുമായിട്ടാണ് ഇവർ വരുന്നത്. അപ്പൊ എല്ലാ വീടുകളിലും കയറി ഇതാണ് നമ്മുടെ ചിഹ്നം എന്ന് അവരെ കാണിച്ചു കൊടുത്ത് പറയുമല്ലേ? എന്നിട്ട് എല്ലാവർക്കും സ്റ്റെതസ്കോപ്പ് എല്ലാവരും പഠിച്ചോ? ഡോക്ടറുടെ കുഴൽ നോക്കിയാൽ സരും പറയുന്നത്, ഡോക്ടറുടെ കുഴൽ. അങ്ങനെയാണ് നിങ്ങൾ പറയുന്നത്? കഴുത്തിലണിയുന്ന കുഴൽ. ഇതും കൊണ്ട് പോകുമ്പോൾ ആളുകളുടെ ചങ്കിടിപ്പൊക്കെ അറിയാൻ പറ്റുന്നുണ്ടോ? ചങ്കിടിപ്പ് അറിയാം. അവരത് കാണുമ്പോ തന്നെ ഒരു ജനങ്ങൾക്ക് ഇതൊരു ഇഷ്ടം തോന്നുന്നുണ്ട്. ഇടതുപക്ഷം വരും. 62 ലക്ഷം ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കുന്ന ഈ ഗവൺമെന്റ് അല്ലാതെ കൊടുത്തിട്ടില്ല. പെൻഷൻ പെൻഡിങ്ങിലുള്ള വലിയ വിമർശനമൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല ഇപ്പൊ ഒക്കെ കൊടുത്തു തീർക്കുന്നുണ്ട്. ടീം സെറ്റാണ്. അപ്പോൾ സജീവ പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. സ്റ്റെതസ്കോപ്പ് എന്നുള്ള ചിഹ്നം പരിചയപ്പെടുത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് ഇത്തവണത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത്. LDF-നെ സംബന്ധിച്ചിടത്തോളം അരിവാൾ ചുറ്റിയ നക്ഷത്രമല്ല, സ്റ്റെതസ്കോപ്പാണെന്ന് പറഞ്ഞ് വീടുകൾ കയറി ഇതാണ് ചിഹ്നം എന്ന് പറഞ്ഞ് വോട്ട് പിടിക്കുകയാണ് LDF-ന്റെ പ്രവർത്തകരൊക്കെ. പാലക്കാട്ട് നിന്ന് ബിനു പാവുമ്പയ്ക്കൊപ്പം അക്ഷയ ദാമോദരൻ, മാതൃഭൂമി ന്യൂസ്.